പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ഇങ്ങനെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ 26ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 12ാമത്തെ അധ്യായമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ അധ്യായത്തിലേക്ക് തന്നെ കിടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപ്പാട് പുസ്തകം 11ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചല്ലോ. ആ 11ാം അധ്യായത്തിൽ 7ാം കാഹളം ഊതുന്നതോടുകൂടി ഈ യുഗത്തിന്റെ അന്ത്യം വരുന്നതായ അതിന്റെ ഒരു കാഹളമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചല്ലോ. 7 മുദ്രകളും 7 കാഹളങ്ങളും ഉൾക്കൊള്ളുന്ന 14 ന്യായവിധികൾ ഭൂമിയിൽ രംഗപ്രവേശം ചെയ്തത്, അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്നൊന്നായി അത് അരങ്ങേറിയത് നമ്മൾ കണ്ടല്ലോ. 7ാം കാഹളത്തെങ്കിൽ വെളിപ്പെടുന്ന അതിന് വരാൻ പോകുന്നേ ഉള്ളൂ 7 ക്രോധ കലശങ്ങളാലുള്ള ന്യായവിധികൾ. അത് വിവരിക്കുന്ന വെളിപ്പാട് പുസ്തകം 15ഉം 16ഉം അധ്യായങ്ങളിലാണ്. അതിനു മുമ്പ് മറ്റൊരു ചെറിയ ഇടവേളയും കൂടെ, ചെറിയ എന്ന് പറയുമ്പോൾ ഒരു ഇടവേള, അങ്ങനെ പറയാൻ പറ്റുള്ള ഒരു ഇടവേളയും കൂടെ ഇവിടെ ആരംഭിക്കുകയാണ്. 12 മുതൽ 14 വരെ അധ്യായങ്ങളിൽ ഒരു ഇടവേള കൂടെ, അതായത് 7ാം കാഹളം ഊതുന്നതിന് മുമ്പുള്ള ചില സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചില കാര്യങ്ങളെ കൂടെ യോഹന്നാൻ ഇവിടെ വിശദീകരിച്ചിട്ട് ആ കാലത്തുള്ള ചില അറിവുകളൂടെ നമുക്കൊന്നുകൂടെ ലഭ്യമാക്കിയതിനു ശേഷം 7ാം കാഹളത്തിൽ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 7ാമത്തെ കാഹളം ധ്വനിക്കുന്നതിന് മുമ്പായി യോഹന്നാന് തുറന്നൊരു ചെറിയ പുസ്തകം ലഭിച്ചു എന്ന് നാം കണ്ടതല്ലോ. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അത് വാങ്ങി ഭക്ഷിച്ചപ്പോൾ അവിടുന്ന് ഒരു അരുളപ്പാടിനായി, ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് നീ പ്രവചിക്കേണ്ടി വരുമെന്ന് യോഹന്നാനോട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടോ? 10ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലാണത്. രാജാക്കന്മാരെ കുറിച്ചും വംശങ്ങളെ കുറിച്ചും ജാതികളെ കുറിച്ചും ഭാഷകളെ കുറിച്ചും ഒക്കെ ഇനി യോഹന്നാന് പ്രവചിക്കേണ്ടി വരും എന്ന് പറയാം. അതിന്റെ പൂർത്തീകരണം എന്ന പോലെ 12ാം അധ്യായം തൊട്ട് യോഹന്നാന്റെ ഒരു പ്രവചന സന്ദേശം ആരംഭിക്കുന്നതായിട്ടും നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ അത് മുന്നോട്ട് പോകുന്നതാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു വരികയാണ്. അതിന് 4 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ പീഡനകാലത്തെ സംഭവങ്ങൾ വിവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പീഡനകാലത്തെ സംഭവങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും 12ാം അധ്യായം മുതൽ പീഡനകാല സംഭവങ്ങൾ വീണ്ടും വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 12ാം അധ്യായം ആരംഭിക്കുന്നത് സ്വർഗത്തിൽ വെളിപ്പെടുന്ന 2 അടയാളങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ്. 2 അത്ഭുതങ്ങൾ, 2 അതിശയങ്ങൾ. അത് പ്രത്യേകിച്ച് എടുത്തു തന്നെ പറയുന്ന നിലയിലാണ് 2 അടയാളങ്ങൾ അല്ലെങ്കിൽ 2 അത്ഭുതങ്ങൾ ഈ 12ാം അധ്യായത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ 12ാം അധ്യായം ആരംഭിക്കുന്നത്. അത് ഒന്ന്, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനുണ്ട്, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവുമുണ്ട്. 12ാം അധ്യായത്തിന്റെ 1ാം വാക്യമാണ്. 2ാമത്തെ അടയാളം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. 3ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഈ 2 അടയാളങ്ങൾ വിവരിക്കുന്നതാണ് ആ 2 അടയാളങ്ങളെ തുടർന്നുള്ള സംഭവങ്ങൾ വിവരിക്കുന്നതാണ് ഈ 12ാം അധ്യായത്തിൽ കാണുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 12ാം അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ്. അന്നേരം ഈ അധ്യായത്തിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായും ശരിയായും നാം ഗ്രഹിക്കണം, കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ ഒരു ബേസിലാണ് പിന്നെ അവിടുന്ന് പോകുന്നത്, ഇതിന്റെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒത്തിരി അഭിപ്രായങ്ങളും പഠനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അന്നേരം ആ പഠനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ ദിശ തന്നെ മാറിപ്പോകാൻ ഇടയാക്കുന്ന രീതിയിലുള്ള മാറ്റം ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് കുറെ കൂടെ പ്രാർത്ഥനയോടും കുറെ കൂടെ ആത്മാവിലും ഇവിടെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ തുടർന്നുള്ള പഠനത്തിന്റെ ദിശ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അത് പൂർണ്ണമായി തന്നെ മാറിപ്പോകാനിടയാകും. ഇനി ഈ 12, 13 അധ്യായങ്ങൾ, ഞാൻ പറഞ്ഞ 14 വരെയുള്ള അധ്യായങ്ങൾ അത് ഒരു ഇടവേളയായിട്ട് കാണിച്ചിരുന്നത്. എന്നാൽ ഈ 12, 13 അധ്യായങ്ങൾ 7 ശ്രദ്ധേയ വ്യക്തികളെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവരൊന്ന് വായിച്ചു പോകുന്നു, നമുക്ക് കൂടുതൽ അതിന് പിന്നെ വിശദീകരിക്കാം. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, നമ്മളത് പറഞ്ഞു ഞാൻ. 2ാമത് തീനിറമുള്ള മഹാസർപ്പം, അത് 3ഉം 4ഉം വാക്യങ്ങൾ കാണുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു. 5ാം വാക്യത്തിൽ ഒരു ആൺകുട്ടി, അത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. പിന്നെ 4ാമത്തെ വ്യക്തിയായിട്ട് കാണുന്ന 7ാം വാക്യത്തിലുള്ള മിഖായേൽ, വിശുദ്ധ ദൂതന്മാരെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. പിന്നീട് സ്ത്രീയുടെ സന്തതിയുടെ ഒരു ശേഷിപ്പിനെ കുറിച്ച് 17ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ശേഷിപ്പായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. 6ാമത് അടുത്ത അധ്യായത്തിലാണ്, 13ാം അധ്യായത്തിലാണ് അത് കാണാൻ കഴിയുന്നത്. സമുദ്രത്തിൽ നിന്നുള്ളൊരു മൃഗം, അതായത് ലോക ഭരണാധികാരിയെ അവിടെ കാണിക്കുന്നു. പിന്നീട് 13ാം അധ്യായത്തിൽ തന്നെ
ഭൂമിയിൽ നിന്നുള്ള വേറൊരു മൃഗം എടുത്ത് പറഞ്ഞ് കള്ളപ്രവാചകനെയും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 7 ശ്രദ്ധേയ വ്യക്തികളെ ഈ 12ഉം 13ഉം അധ്യായങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാപീഡന കാലത്ത് ഇസ്രായേലിന് സകലരാലും ഏറ്റവും കഠിനമായ പീഡനങ്ങളും വിദ്വേഷവും കഷ്ടതകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പീഡനങ്ങൾക്കൊക്കെ മധ്യേ തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ദൈവിക കരുതലുകളും ഇറങ്ങി വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പല വലിയ പീഡനങ്ങളാണെങ്കിൽ പോലും അതിനിടയിലും തന്റെ ഭക്തന്മാരെ ദൈവത്തിന് മുദ്രയിട്ടവരെ ചേർത്ത് സൂക്ഷിക്കുന്ന ആ അനുഭവങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ 12, 13 അധ്യായങ്ങൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ മഹാപീഡന കാലത്ത് സാത്താന്യ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന 3 പ്രധാന വ്യക്തികളെയും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ 12, 13 അധ്യായങ്ങളിലാ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് സാത്താൻ എന്ന് പറഞ്ഞ്, മറ്റൊന്ന് എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. ഇങ്ങനെ 3 വ്യക്തിത്വങ്ങളെയും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഓക്കെ, ദൈവത്തിന്റെ സകല പ്രവർത്തനങ്ങളെയും നശിപ്പിപ്പാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെയൊക്കെ വൃഥാവാക്കാൻ സാത്താൻ സകല പ്രയത്നങ്ങളും പുറത്തെടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാം. ഈ അധ്യായങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായിരുന്ന ഇസ്രായേലിയർ അവരാണ് അല്ലെങ്കിൽ ഇസ്രായേലിയരായിരുന്നു ഇതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ സാത്താൻ ഇങ്ങനെ ഏറ്റവും അവന്റെ സർവ്വശക്തിയും എടുത്ത് പോരാടുന്നതിന്റെ അതിലൂടെ ഏറ്റവും അധികം കഷ്ടതയിലൂടെ പോകേണ്ടി വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരായിരുന്നു ഏറ്റവും വലിയ പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ അതിനുള്ള പ്രധാന കാരണം അവരുടെ അനുസരണക്കേട് തന്നെയാണ്. അനുസരണക്കേട് എന്ന് പറയുമ്പോൾ മഹാഉപദ്രവകാലത്തെ അനുസരണക്കേടല്ല, അവരെ തെരഞ്ഞെടുത്ത നാൾ മുതലേ ഉള്ള അനുസരണക്കേട്. ആ അനുസരണക്കേട് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും വലിയ കഷ്ടതയിലൂടെ ഒക്കെ ഇവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ ഒരു നന്മയുണ്ട്. ആ അനുസരണക്കേടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ രക്ഷാകരമായ വലിയ പ്രത്യാശയ്ക്ക് ഉടമകളാക്കി മാറ്റിയത്. ആ അനുസരണക്കേടാണ്. ആ അനുസരണക്കേട് കാരണമാണ് നമുക്കും ഈ വാക്യ പദവിയിലേക്കൊന്ന് ഇടയിൽ കൂടെ ഒന്ന് കയറി വരുവാൻ ദൈവം ഇടവരുത്തിയത് എന്നുള്ളത് അതും ഒരു സത്യമാണ്. ആ അനുസരണക്കേടിന് അവർ ഫലം അനുഭവിക്കുന്നു, അതൊരു വേറൊരു യാഥാർത്ഥ്യം. അതിന്റെ മധ്യേ നമുക്കും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന്റെ മുമ്പാകെ നന്ദിയോടായിരിക്കാനും നമുക്കുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു കാര്യമാണ് ആ ഒലിവുതൈയുടെ അല്ലെങ്കിൽ കാട്ടൊലിവായ ആ വിശദീകരണം ഒക്കെ നമുക്കറിയാമല്ലോ. അതിനിടയിലൂടെ നമുക്കും ഈ വലിയ ഭാഗ്യ പദവിയിലേക്ക് കയറി വരുവാൻ ദൈവം നമുക്കും ഒരവസരം തന്നു. വലിയ പ്രത്യാശയ്ക്ക് ഉടമയാക്കി, ഒരു വിശ്വാസത്തിന് ഉടമയാക്കി നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് മടങ്ങി വരാം. ഈ 12ാം അധ്യായം ആരംഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 2 അടയാളം ഉണ്ടെന്ന് പറയാൻ അതിലെ ആദ്യ അടയാളമായ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ വിവരിച്ചുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. 1-ാം വാക്യം, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ മൊത്തമായി നോക്കുകയാണെങ്കിൽ 4 സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 4 സ്ത്രീകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, ഇസബേൽ. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു ഇസബേൽ എന്ന് പറയുന്നുണ്ട്. ഈ 4 സ്ത്രീകളും 4 വ്യക്തികളല്ല, അത് ഒരു എന്താ പറയുക, പ്രതീകമായിട്ട് ഒരു രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയോ ഒക്കെ കാണിക്കുന്ന ഒന്നാണ്. ആദ്യം നമ്മൾ കണ്ട ഇസബേൽ, അത് തുയത്തേര സഭയിലെ പ്രവാചകി എന്ന പേരിൽ ദുർനടപ്പും വിഗ്രഹാരാധനയും ദുരുപദേശവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ ഒരു നിലയിലാണ് നമുക്ക് കാണുന്നത്. ദുർനടപ്പിനെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ ദുരുപദേശത്തിന് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ആ ഇസബേൽ എന്ന് പറയുന്ന തുയത്തേര സഭയിലെ പ്രവാചകി നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ രണ്ടാമത് കാണുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ. നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ അത് ഇസ്രായേൽ രാജ്യമാണ്. നമുക്ക് പിന്നീട് കാണുന്നുണ്ട്, ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് വരാം. ഇനി 17-ാം അധ്യായത്തിൽ ബാബിലോൺ എന്ന മഹാവേശ്യ, അതായത് അവസാന നാളുകളിലെ മതപരമായ ദുരുപദേശത്തിന്റെ കേന്ദ്രമായി അതിനെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് 4-ാമതായി കാണാൻ കഴിയുന്നത് കാന്ത, 19-ാം അധ്യായത്തിലുണ്ട്. അതായത് പുതിയ നിയമസഭ, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ കൂടെ ഭൂമിയിലേക്ക് വരുന്ന വിശുദ്ധന്മാർ. ഇങ്ങനെ 4 സ്ത്രീത്വങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ വിവരിക്കുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇവിടെ നിന്നൊരു കൃത്യമായ ആ ഒരു അടിസ്ഥാനത്തിൽ പോയില്ലെങ്കിൽ തുടർന്നുള്ള പഠനങ്ങളെല്ലാം അത് ബാധിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഞാൻ അഭിപ്രായങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്. ഞാൻ അതിന് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം കൂടുതൽ വിശദീകരിച്ച് അതിലേക്ക് പോകുന്നതിൽ അർത്ഥവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അത് യേശുവിന്റെ അമ്മയായ മറിയയാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു.
ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അത് കാരണം അങ്ങനെ തോന്നും. അതിനുള്ള നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന പല കാരണങ്ങൾ കൊണ്ട് അത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2, സൂര്യൻ അണിഞ്ഞ ഒരു സ്ത്രീയെ മണവാട്ടി സഭ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. മണവാട്ടി കഥ പുതിയ നിയമസഭ. മണവാട്ടി സഭയെയും ആൺകുട്ടി എന്ന് പറയുന്നത് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെയും കാണിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ മധ്യം മണവാട്ടി സഭ ഇപ്പൊ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട കൂട്ടം എന്ന് പറയുന്നവർ അവരെല്ലാം കൂടെ മണവാട്ടി സഭ. അതിന്റെ മധ്യ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ് ആൺകുട്ടി എന്ന് വിശദീകരിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. മറ്റൊന്ന്, സ്ത്രീയെ നാമധേയ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേര് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ എന്നുള്ള പേര് കിട്ടുന്ന അവരെല്ലാം അത് സ്ത്രീ എന്ന് കാണുന്നു. അതിന്റെ മധ്യ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് വേർതിരിക്കപ്പെട്ടവർ അവരാണ് ആൺകുട്ടി എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇനി മറ്റൊന്ന്, സൂര്യൻ അണിഞ്ഞൊരു സ്ത്രീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെയും എടുക്കപ്പെട്ട ആൺകുട്ടി വിവാഹ ജീവിതം ത്യജിച്ചവരെയും. അതും തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. വിവാഹ ജീവിതമില്ലാതെ എന്താ പറയാ, അങ്ങനെ ആ വിവാഹ ജീവിതത്തിലേക്കൊന്നും അങ്ങനെ ആ ഒരു വ്രതം എടുക്കുന്നവരെ ആ സൂര്യൻ അണിഞ്ഞ സ്ത്രീയും അതിലുള്ള കുട്ടിയും അങ്ങനെയും പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ഇവിടെയുള്ളത്. വേദപുസ്തകം അതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പാകെ നിരത്തി തരുന്നുണ്ട്. ആ വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്ന തെളിവുകളുടെയും സാദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിയുന്നുണ്ട്. നമ്മൾ 1-ാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്ന സ്ത്രീയുടെ പ്രത്യേകതകളൊന്നും നോക്കാം. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനുണ്ട്, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫിന്റെ സ്വപ്നങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മളെ പെട്ടെന്ന് നമുക്ക് ആ പിക്ചർ കിട്ടുന്നത് അവിടേക്ക് തന്നെയാണ്. എന്നാൽ വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 37-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അവൻ മറ്റൊരു സ്വപ്നം കണ്ട് തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോട് സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. ഇവിടെ യാക്കോബ് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിക്കുക. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യാക്കോബിനെ തന്നെയും തന്റെ ഭാര്യമാരെയും തന്റെ 11 മക്കളെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് യാക്കോബ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ യോസഫ് കൂടി ഉൾപ്പെടുമ്പോൾ അത് 12 നക്ഷത്രങ്ങളാകുകയാണ് എന്ന് പറയുമ്പോൾ ഇത് യാക്കോബും തന്റെ ഭാര്യമാരും അവരുടെ മക്കളും ആ നിലയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കാണുന്നുണ്ട്. അന്നേരം യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബിന്റെ ഭാര്യമാരും അവരുടെ 12 മക്കളും തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി. അന്നേരം ഈ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ തന്നെയാണെന്ന് കാണുന്നുണ്ട്. കൂടാതെ ഇസ്രായേലിനെ ഒരു സ്ത്രീ എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ഭാര്യയായി ചിത്രീകരിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. ന്യായപ്രമാണപ്രകാരം ഇസ്രായേലിന്റെ ഭർത്താവ് യഹോവയാണ്, ദൈവമാണ്. അവളുടെ പാപം നിമിത്തം അവളെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ദൈവം ഉപേക്ഷിച്ചു. ഭർത്താവ് അവൾക്ക് മരിച്ചവനെ പോലെ ആയിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ അതിന്റെ ആത്മീയവശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കൂടുതൽ പോകുന്നില്ല. അന്നേരം അങ്ങനെ, എന്നാൽ ഭാവിയിൽ ഇസ്രായേൽ യഹോവയോട് തന്നെ പുനർവിവാഹത്തിൽ ഏർപ്പെടും. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം അറിയാമല്ലോ. ഗോമറിനെ കുറിച്ചും ഹോശിയ പ്രവാചകൻ ആ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. 2-ാം അധ്യായത്തിൽ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി യെരമ്യാ പ്രവാചകൻ വായിച്ചൊരു വാക്യം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് മനസ്സിലാകുമല്ലോ. ഇനി അതുപോലെ യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ 2 ഭാഗങ്ങളും വിശദീകരിക്കാതെ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി പഴയ നിയമത്തിൽ തന്നെ ഇസ്രായേലിനെ അമ്മയായും ചിത്രീകരിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥത്തിലൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒരു
അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് ഒരു കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രം എവിടെ? അതായത് ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന നിങ്ങളുടെ അമ്മയെ, അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്ന നിലയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എന്റെ കടക്കാരിൽ ആർക്കാവുന്ന ഞാൻ നിങ്ങളെ വിറ്റ് കളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വേറൊരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. അവിടെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തിൽ നമുക്കൊരു 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇതിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. 23-ാം അധ്യായത്തിന്റെ 2-4 വാക്യങ്ങൾ എന്ന് പറയുന്നു, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരിൽ 4-ാം വാക്യം, അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലിബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയും ഒഹോലിബ എന്നത് യെരൂശലേമുമാകുന്നു. അന്നേരം നമുക്ക് ഈ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായും ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ, ഒരു വ്യക്തി എന്ന നിലയിലല്ല, അതിനേക്കാളൊക്കെ ഉപരി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തന്നെയാണ് ആ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് അമ്മ, ഭാര്യ എന്ന നിലയിൽ ഇസ്രായേലിനെ ഇവിടെ സദൃശ്യപ്പെടുത്തുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന് ചില കാര്യങ്ങളെ, ചില ആത്മീയ സത്യങ്ങളെ, എങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ കണ്ടു എന്നുള്ള ആത്മീയ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില സാമ്യങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതിൽ കൂടുതൽ അർത്ഥങ്ങൾ അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദുരുപദേശങ്ങളും ഒത്തിരി ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനോട് ചേർത്ത് ഇങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള പലരും ഇതിനെ തലതിരിഞ്ഞ നിലയിൽ വ്യാഖ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയോട് വിവരിക്കുന്നത് ഒരടയാളമായിട്ടാണ്. ഒരടയാളം, ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി ഒരു അടയാളം എന്ന നിലയിലാണ് അവിടെ കാണുന്നത്. ഇവിടെ സൂര്യനെ അണിഞ്ഞ എന്ന വർണ്ണന ദൈവമഹത്വത്തെ കാണിക്കുന്നതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വാഗ്ദത്തങ്ങളും ലഭിച്ചവരുമായ ഇസ്രായേലിന്റെ പദവിയാണ് സൂര്യനെ അണിഞ്ഞു എന്ന് പറയുന്നതിലൂടെ ഇവിടെ കാണിക്കുന്നത്. ചന്ദ്രൻ അവളുടെ കാൽക്കീഴ്, അതിലേക്ക് കാൽക്കീഴയുണ്ട്. അന്നേരം കാൽക്കീഴിയുള്ള ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിച്ച അധികാരത്തെയും ശക്തിയെയും അതിനെ കാണിക്കുന്നു. അതുകൂടാതെ സൂര്യനിൽ നിന്നും ചന്ദ്രൻ പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെ, നമുക്ക് അതിന്റെ സയൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. അങ്ങനെ നൽകുന്നത് പോലെ ദൈവമഹത്വത്തിൽ നടക്കുന്ന ഇസ്രായേൽ സകലരുടെയും ആകേണ്ടിയവരായിരുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നക്ഷത്രങ്ങളെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ അവർ പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കുന്നത് നമുക്കറിയാവുന്നുണ്ടോ. ഇവിടെ 12 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ 12 ഗോത്രങ്ങൾ, ഞാൻ ഓൾറെഡി അതിനെ കുറിച്ച് വിശദീകരിച്ചല്ലോ. 12 ഗോത്രങ്ങളെ കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ മധ്യ ഞാനൊരു ചെറിയ ദൂത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നാമും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധ ഗണമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധ ജാതിയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ ആ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ചന്ദ്രനെ പോലെ ദൈവത്തിന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ ചുമതലയുള്ളവരാണ്. അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മെയും അതിശ്രേഷ്ഠമായി, ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ, സൂര്യൻ അണിഞ്ഞ് പറഞ്ഞ പോലെ അതിനേക്കാൾ അതിശ്രേഷ്ഠമായ തേജസ്സിന്റെ ഉടമകളാക്കൂ എന്നുള്ള ആ ഒരു വാഗ്ദത്തത്തിലാണ് നാം നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോമാലേഖനത്തോടെ പൗലോസ് പറയുന്ന ഒരു വാചകം ഞാൻ ഇവിടെ എടുത്തു പറയട്ടെ. 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയമുള്ളവരെ, നമ്മളിലൊരു തേജസ് വെളിപ്പെടുവാനുണ്ട്. അത് നമ്മളിൽ സ്വരൂപിക്കുന്നുണ്ട്. ഒരു കാലത്ത് അത് വെളിപ്പെട്ട് വരും. നാം അതിനെ നോക്കി പാർക്കുന്നവരാണ്. അതുപോലെ ഇസ്രായേലിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്. 60-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. 20-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ സൂര്യൻ നിന്നെ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഇത് ഇസ്രായേലിനോടുള്ള ദൂത് മാത്രമല്ല, നമ്മളോടും കൂടിയുള്ള ദൂതാണ്. എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, ദൈവത്തിന്റെ മുമ്പാകെ ചന്ദ്രനെ പോലെ ദൈവത്തിന്റെ ശോഭ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അവന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ, അവന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും കടമയുള്ളവരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്, അതിന് നിയോഗം ലഭിച്ചവരാണെന്നുള്ള ആ ഒരു പ്രബോധനം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ,
സൂര്യൻ അണിഞ്ഞൊരു സ്ത്രീ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചതായിട്ട് അതിന്റെ 2-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രസവ വേദന അല്ലെങ്കിൽ ആ വലിയ നോവ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെയുള്ള സാത്താന്റെ പീഡനവും ഉപദ്രവവുമാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ ഈ പീഡനവും ഈ ഉപദ്രവവും ഈ മഹോപദ്രവ കാലത്ത് തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ മുൻകൂട്ടി പ്രവചിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. പിന്നെ 16-ാം വാക്യം സ്ത്രീയോട് കൽപ്പിച്ചത്, ആദ്യത്തെ പാമ്പിനോട് പറയുന്ന കാര്യമാണ്. പിന്നെ സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പ്രിയമുള്ളവരെ, ആ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് പറയുന്നത് നമുക്കൊരു ഭൗതിക നിലയിൽ എടുക്കാനുള്ള അതിന്റെ ആത്മീക അർത്ഥമുണ്ട്, ആ ആത്മീക ചിന്തയുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമോ, അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിയാം. ആരാണ് തകർക്കാൻ പോകുന്ന ആ സന്തതി എന്നുള്ളത് അത് നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ടു എന്നുള്ളത് അറിയാം. പിന്നെ കൂടാതെ നമ്മൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ വാഗ്ദത്ത സന്തതിയെ കുറിച്ചുള്ള അറിവും അബ്രഹാമിനെ നൽകുന്നതായിട്ട് കാണുന്നു. ഞാൻ നിന്റെ സന്തതിയാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആ അനുഗ്രഹ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ചുള്ള മെസ്സേജുകളും വിശദീകരണങ്ങളും ഒക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പക്ഷേ ആ സന്തതിയെ പ്രസവിക്കുന്നതിനായി, ആ സന്തതിക്ക് വേണ്ടി ജന്മം കൊടുക്കുന്നതിനായി ഇസ്രായേൽ വളരെ വേദനപ്പെട്ടു. അതാണ് ഇതിന്റെ ആത്മീയ സത്യം. പറയുന്നത് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, അല്ലെങ്കിൽ ഏറ്റവും വർദ്ധിക്കുമെന്നുള്ള, അല്ലെങ്കിൽ നിന്റെ ഗർഭധാരണവും അതിന്റെ കഷ്ടവും ഏറ്റവും വർദ്ധിപ്പിക്കുമെന്നതിനുള്ള ഒരു ആത്മീയ സന്ദേശം അതാണ്. ആ സന്തതിയെ, ആ ദൈവം കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ കൂടെ പുറത്തു വരാനുള്ള ആ സന്തതിയെ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടം അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കത് അല്പം വേദപുസ്തക ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദം ഉളവാക്കുന്ന നിലയിൽ നടന്ന ഹാബേലിനെ കൊല്ലുന്നതിലൂടെ അതിന് തുടക്കമിടുകയാണ്. ആബേലിനെ കൊല്ലുന്നതിലൂടെ അതിനൊരു തടസ്സം പിശാച് ഇടുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. കൈയിനെ കൊണ്ട് ഹാബേലിനെ കൊന്ന് അതിനൊരു തടസ്സം ഇടുവാൻ ശ്രമിക്കുന്നു. തുടർന്ന് മിസ്രൈമിലെ വലിയ പീഡനങ്ങൾ നമുക്കറിയാം. അവിടെയും എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും മറ്റുള്ള പീഡനങ്ങളൊക്കെ അത് ഈ ഒരു ജാതി അവർ ഉയർന്നു വരാതിരിക്കത്തക്കവണ്ണം അവിടെ സാത്താൻ അഴിച്ചുവിടുന്ന പീഡനങ്ങളാണ്. ബാബിലോൺ പ്രവാസം നമുക്കറിയാം. ബാബിലോൺ പ്രവാസത്തെ കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കണ്ടോ? എന്നാൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹാമാന്റെ പ്രേരണയാൽ മൊർദെഖായി ഉൾപ്പെടെയുള്ള സകല യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള ഒരു കൽപ്പന പുറപ്പെട്ടത് എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതും ഈ സ്ത്രീയുടെ സന്തതി അവിടുന്ന് പുറപ്പെട്ടു വരാതിരിക്കാനുള്ളതാണ്. അങ്ങനെ പലവിധ പ്രസവവേദനകൾ, പലവിധ നോവുകൾ, പലവിധ പ്രയാസങ്ങളിലൂടെ, പീഡനങ്ങൾ കൂടെ ഇസ്രായേൽ അതിന്റെ തുടക്കം മുതലേ അതിൽ കൂടെ കടന്നുപോയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്തും ഹെരോദാവിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിലെ നിരവധി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം അതിലൂടെ ജനിക്കുന്ന ആ സന്തതി പുറത്തു വരാതിരിക്കാൻ, ആ സന്തതി വിജയം കാണാതിരിക്കുവാൻ പിശാച് വലിയ പീഡകളെ അഴിച്ചുവിടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതാണ് ഇവിടുത്തെ വലിയ നോവായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ അവരുടെ മധ്യ ജനിച്ച ആ ഇസ്രായേലിന്റെ യഥാർത്ഥ സന്തതിയെ, അവരിലൂടെ ദൈവം കണ്ടിരിക്കുന്ന യഥാർത്ഥ സന്തതിയെ അവർ തിരിച്ചറിഞ്ഞില്ല. ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ല, അവരതിനെ മനസ്സിലാക്കിയില്ല. എങ്കിലും കർത്താവിന്റെ 2ാമത്തെ വരവിൽ അതിനെ ഗ്രഹിക്കും, അവർ അതിനെ മനസ്സിലാക്കും. അതായത് തള്ളിക്കളഞ്ഞവന്റെ അടുക്കിലേക്ക്, അതായത് കുത്തിയവങ്കിലേക്ക് അവർ തിരിഞ്ഞും, അവർ അടുത്തു വരുമെന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ആ പ്രവചനത്തിൽ അതൊക്കെ കാണുന്നുണ്ടല്ലോ. ആ നാളുകളിലേക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതാണല്ലോ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യേ നമുക്ക് ലഭിച്ച മഹാഭാഗ്യമാണ് അവരുടെ നടുവിലേക്ക് വന്ന നാഥനെ അവർ ഗ്രഹിക്കാതിരുന്നപ്പോൾ അതിനെ മനസ്സിലാക്കുവാനും ആ വലിയ വാഗ്ദത്തങ്ങളുടെ അവകാശികളായി തീരുവാനും ഇടയായി എന്നുള്ളത്. അവർക്ക് അതിനെ ഗ്രഹിച്ചില്ല, അവർ അതിനെ മനസ്സിലാക്കിയില്ല, അവർ അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ അതിന്റെ മധ്യ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് വ്യാപരിച്ചതുകൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനും ആ വലിയ വാഗ്ദത്തങ്ങളുടെ അവകാശികളും ഉടമകളുമായി തീരുവാനും ദൈവം ഇടവരുത്തി എന്നുള്ളത് ഒരു വലിയ സന്തോഷവും പ്രത്യാശയും ഉളവാക്കുന്ന ഒരു കാര്യമാണല്ലോ. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, 1ാമത്തെ അടയാളമായി സൂര്യനെ അണിഞ്ഞ് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ വിവരിക്കുകയാണല്ലോ. തുടർന്ന് 3ഉം 4ഉം വാക്യങ്ങളിൽ 2ാമത്തെ അടയാളവും കാണാൻ കഴിയുന്നുണ്ട്. 3ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ മറ്റൊരു അടയാളവും കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഇവിടെ തീ നിറമുള്ള ഒരു മഹാസർപ്പം എന്ന് പറയുന്നത് സാത്താനെയാണ്. അതിന് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും ഏകദേശം വേദപണ്ഡിതാക്കൾ എല്ലാവരും ഒരുമിച്ച് അത് അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ഇവിടെ ഈ മഹാസർപ്പത്തിന് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും ഉള്ളതായി പറയുന്നു. 7 തലകൾ
പൂർണ്ണമായും ദുർബുദ്ധിയുടേതായ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ദുർബുദ്ധി, അതായത് ആ 7 തലകൾ, തല എപ്പോഴും ബുദ്ധി ചിന്തയുടെ കേന്ദ്രമാണല്ലോ, ദുർബുദ്ധിയുടേതായ അതിന്റെ നേതൃത്വത്തെയും കൂടാതെ അതിന്റെ ഭീകര രൂപത്തെയും ദുഷ്ട സ്വഭാവത്തെയും കാണിക്കുന്നതാണ് ഈ 7 തലകൾ. ദുർബുദ്ധിയുടേതായ നേതൃത്വവും ഭീകര രൂപത്തെയും ദുഷ്ട സ്വഭാവത്തെയും കാണിക്കുന്നതാണ് ഈ 7 തലകൾ. ഈ 7 തല മഹാപീഡന കാലത്തുള്ള സാമ്രാജ്യങ്ങളുടെ തലവനായ ഭരണാധികാരി ആണ് എന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇനി ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു പ്രസവ വേദന, പലവിധ പീഡനങ്ങൾ അവരുടെ ആരംഭം മുതൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. അന്നേരം അവരുടെ നാശത്തിനായി അനേകം രാജ്യങ്ങളും ശക്തികളും പ്രവർത്തിച്ചത് നമുക്ക് വേദപുസ്തക ചരിത്രത്തിലും അതിനുശേഷമുള്ള മറ്റുള്ള സെക്യുലർ ചരിത്രങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിസ്രൈം മുതൽ റോമൻ സാമ്രാജ്യം വരെയുള്ള 6 രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാമത് മിസ്രൈം, ഫറവോന്റെ നേതൃത്വത്തിൽ വലിയ പീഡനങ്ങൾ അവർക്ക് അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അശൂർ, സൻഹേരിബിന്റെ നേതൃത്വത്തിൽ അശൂറിന്റെ വലിയൊരു പീഡനം രണ്ടാമത്. മൂന്നാമത് ബാബിലോൺ, നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ബാബിലോൺ സാമ്രാജ്യം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതും അവരെ കീഴ്പ്പെടുത്തുന്നതും പ്രവാസത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. തുടർന്ന് വന്ന മേദ്യ, പാർസ്യ, ആ സാമ്രാജ്യവും അഹശ്വേരോഷിന്റെ കാലഘട്ടങ്ങളിൽ അതും ഇസ്രായേലിന് വളരെ ദോഷം ചെയ്തു. പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം, അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ നേതൃത്വത്തിൽ വലിയ പീഡകൾ അഴിച്ചുവിട്ടു. അതൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് അവസാനം വന്ന 6ാമതുള്ളത് റോമൻ സാമ്രാജ്യം. ഇങ്ങനെയുള്ള 6 രാജ്യങ്ങൾ അല്ലെങ്കിൽ 6 സാമ്രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നാശത്തിനായി പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒന്ന് വെളിപ്പെടുവാനുള്ള ഒരു സാമ്രാജ്യമാണ് അത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ആ ശക്തി അല്ലെങ്കിൽ രാജ്യങ്ങളും ശക്തികളും പ്രവർത്തിച്ചതായിട്ട്, അല്ലെങ്കിൽ ആ ഭരണാധികാരികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ കാണുന്ന 10 കൊമ്പുകൾ, നമുക്ക് രണ്ടാമതായി കാണുന്ന 10 കൊമ്പുകളാണല്ലോ, അത് ലോകശക്തിയുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിവിധ ലോകശക്തികൾ ഉയർന്നെഴുന്നേറ്റ് പുതിയ ലോകശക്തികൾ ഉദയം ചെയ്യുന്നത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അതിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ലോകശക്തിയുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അത് പിന്നീട് 17ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമുണ്ട്. അന്നേരം ഈ കൊമ്പുകൾ ശക്തിയെയും രാജകീയ അധികാരത്തെയും കാണിക്കുന്നതാണ്. ശക്തിയെയും രാജകീയ അധികാരത്തെയും വേദപുസ്തകം ആ നിലയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. മഹാപീഡന കാലത്ത് രൂപീകരിക്കപ്പെടുന്ന സാമ്രാജ്യത്തിൽ ഉൾപ്പെടുന്ന സഖ്യം, അതിന്റെ ഭരണം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഭരണം നടത്തുന്ന രാഷ്ട്ര തലവന്മാരായിരിക്കും ഈ 10 കൊമ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ ഒരു സാമ്രാജ്യം രൂപീകരിക്കപ്പെടും. അത് എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിലായിരിക്കുമ്പോൾ ഒരു സഖ്യരാഷ്ട്രം, ആ സഖ്യരാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്ര തലവന്മാരെ സൂചിപ്പിക്കുന്നതായിരിക്കാം ഈ 10 കൊമ്പുകൾ. ദാനിയേൽ പ്രവചനം അതിന് സാധൂകരിക്കുന്ന നിലയിൽ ദാനിയേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. 7-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ അവൻ പറഞ്ഞതോ, 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. നമുക്കറിയാം, അവിടെ 10 കൊമ്പുകൾ എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന 10 രാജ്യങ്ങളെ, രാജാക്കന്മാരെ കാണിക്കുന്നത് മനസ്സിലാക്കാം. ഇന്നുള്ള യൂറോപ്യൻ യൂണിയൻ അതിന്റെ ഒരു ആരംഭം കുറിച്ചു എന്ന് നമുക്ക് ഗ്രഹിക്കാം. അങ്ങനെ ആ നിലയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാം. ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തുടർന്ന് 4ാം വാക്യത്തിൽ മഹാസർപ്പത്തിന്റെ പ്രവൃത്തികളെ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 4ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ആദ്യം ഇവിടെ ചെയ്യുന്നത് അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞതായിട്ടാണ് നാം വായിക്കുന്നത്. വാൽ അവസാനം അല്ലെങ്കിൽ അന്ത്യം എന്നതിനെ കാണിക്കുന്നു. വാൽ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം അല്ലെങ്കിൽ അന്ത്യം എന്നുള്ളതിനെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വാലിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, മൂപ്പനും അന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അന്നേരം ഇവിടെ ദുരുപദേശം പരത്തുന്നത് വാലിന്റെ പ്രവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കാം. ദുരുപദേശം കൊണ്ടുവരിക, അത് പ്രചരിപ്പിക്കുന്ന അതൊരു വാലിന്റെ പ്രവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു, വെട്ടുക്കിളികളുടെ രൂപത്തിൽ വാലിൽ ഉള്ള പോലെ വിഷമുള്ളുകൾ വഹിച്ച ദുരാത്മാക്കൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ. അവിടെ ആ ഭാഗം നമ്മൾ ചിന്തിച്ചാണോ? എന്നാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ അന്ത്യനാളുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മഹാസർപ്പം എന്ന സാത്താൻ ഭീകരരൂപിയും ശക്തിയേറിയവനും ദുരുപദേശം കൊണ്ട് വലിയ ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ആ ദൂതസഞ്ചയത്തെ അവരെയൊക്കെ വശത്താക്കാൻ കഴിവുള്ളവനായിരിക്കും. ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും വലിയ ആ ശക്തിയോടുകൂടി തന്നെയാണ് ഈ മഹാസർപ്പം വെളിപ്പെടുന്നത്, അന്ത്യകാലത്ത് വെളിപ്പെടുന്നത് മനസ്സിലാക്കാം. അതുകൊണ്ട് അവനെ
എതിർക്കുന്നവരെ എല്ലാം അവൻ പീഡിപ്പിക്കുന്നവരുമായിരിക്കും. ആ നിലയിലായിരിക്കും അവൻ വെളിപ്പെടുന്നത്. ഇവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ടു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ദൂതന്മാരെയാണ്. നമ്മൾ മുൻ വാക്യങ്ങളിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. ദൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് അഭിപ്രായമുണ്ട്. സ്വർഗീയ ദൂതന്മാരെ അവൻ വീണ്ടും വീഴിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നതായി ഒരു അഭിപ്രായമുണ്ട്. അതിന് തക്കതായ ഒരു ശക്തി അവനിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്വർഗീയ ദൂതന്മാരെ വീണ്ടും വശീകരിച്ച് അവൻ ഭൂമിയിലേക്ക് അയക്കുന്നതായിട്ട്. എന്നാൽ അതിനേക്കാൾ അനുയോജ്യമായ എനിക്ക് തോന്നിയൊരു വിശദീകരണം, അവന്റെ കൂടെയുള്ള അനേകം ദുരാത്മാക്കളെ അവൻ ഭൂമിയിലേക്ക് അവന്റെ ദുഷ്ടപ്രവർത്തികൾക്ക് വേഗം കൂട്ടേണ്ടതിന് അയക്കുന്നു എന്ന് മനസ്സിലാക്കാം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല. ആ രീതിയിലും വേദപഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൂതന്മാരിൽ ഒരു വലിയ കൂട്ടത്തെ പിന്നെയും വശീകരിച്ച് അവൻ ഈ ഭൂമിയിലെ നശീകരണത്തിനായി അവ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും നശീകരണത്തിനായി ബന്ധപ്പെടുന്ന സാത്താന്റെ പ്രവൃത്തികളെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനായി അവൻ അത്യുത്സാഹത്തോടെ അവൻ സിംഹം എന്ന പോലെ അവൻ പ്രവർത്തിക്കുന്ന ഒരു കാലത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ മടങ്ങിയ നമ്മുടെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ആ വാക്യം നമ്മൾ കാണുമ്പോൾ ഇത് പീഡന കാലത്തിൽ ഇസ്രായേൽ കടന്നു പോകുന്ന അതിഭയങ്കരമായ കഷ്ടതകളെ കുറിക്കുന്നതാണ്. ഞാൻ ആ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ആരംഭിച്ചത് മനുഷ്യന്റെ സൃഷ്ടി മുതലാണെന്ന് നമുക്ക് കാണാം. ഞാനത് കുറച്ചു വാരി ഞാൻ വിശദീകരിച്ചല്ലോ. അതായത് മനുഷ്യന്റെ ആദ്യ വീഴ്ച, ആ വീഴ്ച കഴിഞ്ഞിട്ട് ഇത് തുടർന്നു, അല്ലെങ്കിൽ ആ വീഴ്ച കഴിഞ്ഞിട്ടും അത് പിന്നെയും മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊരു കാരണം, ആ ആദ്യ വീഴ്ച കഴിഞ്ഞപ്പോൾ മനുഷ്യന് ലഭിച്ച ഒരു വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം ഇതായിരുന്നു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള ആ വാഗ്ദത്തം. ആ വാഗ്ദത്തമാണ് ഈ സ്ത്രീയോട് ശത്രുത്വത്തിനും അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയോട് ശത്രുത്വത്തിന് കാരണമായി തീരുന്നത്. അപ്രകാരം ഒരു ശ്രേഷ്ഠവും മഹത്വമേറിയ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ ശേഷം, അതായത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു വന്നു, കാൽവരി ക്രൂശിൽ മരിച്ചു. അതൊരു വീണ്ടെടുപ്പും ആ മഹത്വമേറിയ ആ വീണ്ടെടുപ്പും ആ രക്ഷയും സാധ്യമാക്കിയ ശേഷം അതിന്റെ ഫലം അവനിൽ രക്ഷിക്കപ്പെട്ട വൃദ്ധന്മാരെ പോലും തെറ്റിക്കാൻ വേണ്ടി അവൻ ഊടാടി നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ ഫലമില്ലാതാക്കുവാനും ഈ കാലഘട്ടത്തിൽ അവൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാഗ്ദത്ത സന്തതി അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും തലമുറയായി വരുമെന്നുള്ള ആ വാഗ്ദത്വവും അവരോടുള്ള പക, ഇസ്രായേലിനോടുള്ള പക വർദ്ധിച്ചു വരുവാൻ കാരണമായി. മുമ്പ് പറഞ്ഞ പോലെ ഈജിപ്തിൽ വെച്ച് ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടു. വിവിധ കനാന്യ രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു. ബാബേൽ പ്രവാസത്തിൽ വെച്ച് സകല യഹൂദന്മാരെയും കൊന്നുകളവാൻ കൽപ്പന വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്തും വലിയ ശിശുഹത്യ നടപ്പിലാക്കി. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ വാഗ്ദത്ത സന്തതിയോടുള്ള അവന്റെ ആ ശത്രുത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു. അതിനുശേഷമുള്ള ചരിത്രം നിങ്ങൾ നോക്കുക. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകം പറയുന്ന ചരിത്രത്തിന് ശേഷമുള്ള ചരിത്രം നോക്കുകയാണെങ്കിലും ഇസ്രായേൽ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് നമുക്ക് കാണാം. ഇന്ന് നാം നോക്കുമ്പോഴും അവർ ഒരു വലിയ ശക്തിയായി നിലനിൽക്കുമ്പോഴും ഏറ്റവും അധികം എതിർപ്പ് നേരിടുന്ന ഒരു രാഷ്ട്രവും ഇന്ന് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് 5-ാം വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിങ്കിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സകല ജാതിയെയും മേയ്പ്പാനായി ഇസ്രായേൽ ജനതയിലൂടെ വെളിപ്പെട്ട ആൺകുട്ടി കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. കർത്താവ് പക്ഷെ ഇതല്ലാന്നുള്ള അഭിപ്രായങ്ങൾ വേറെയുണ്ട്. ചിലർ പറയുന്നു ഈ ആൺകുട്ടി ഇസ്രായേലിൽ നിന്ന് മുദ്രയിടപ്പെട്ട 144,000 പേരാണെന്ന് വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൂട്ടർ പറയുന്നത് ഈ ആൺകുട്ടി പുതിയ നിയമസഭയാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അത് പ്രധാനമായും പറയുന്നത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുന്നത് കന്യക മറിയാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പ്രധാനമായും ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ആ നിലയിൽ ഒന്നുമല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഈ നിലയിൽ ഈ ആൺകുട്ടിയായിട്ട് ഇവിടെ ചിത്രീകരിച്ചെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം ചിലർ തങ്ങളുടെ പാരമ്പര്യമായുള്ള ആചാരങ്ങളെ അവർ തുടർന്നു പോകുന്ന അല്ലെങ്കിൽ ജാതീയമായുള്ള അല്ലെങ്കിൽ ദൈവികതമല്ലാത്ത ആചാരങ്ങളെ അത് വേദപുസ്തകം ഖണ്ഡിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള തിരുവചനത്തിന് നിരക്കാത്ത അഭിപ്രായങ്ങളുമായിട്ട് ഈ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ നാളുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആചാരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ആൺകുട്ടി എന്ന് തെളിയിക്കുന്ന വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് വായിച്ചതാണല്ലോ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും.
ഇനി മീകാ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരികയാണെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായുള്ളതും തന്നെ. നമുക്ക് ആ ഭാഗങ്ങൾ, പഴയ നിയമത്തിലുള്ള ഈ വേദഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുന്നത്. അന്നേരം അവിടെയും കാണിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്. നീ റോമലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണല്ലോ. അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ കുലത്തിലാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അന്നേരം അതിനടുത്ത് പിന്നെ റോമലേഖനം 9-ാം അധ്യായം 4-5 വാക്കുകൾ പറയാണ്, അവർ ഇസ്രായേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തവും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അന്നേരം കുട്ടി ദൈവത്തിന്റെ, അന്നേരം അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ട 5-ാം വാക്യത്തിൽ എങ്ങനെ കാണുന്നത്? ഈ വാക്യം മഹാപീഡന കാലത്തെ സംഭവങ്ങളോട് ചേർത്ത് പറയുന്നുവെങ്കിലും ഇവിടെ പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ നാളിൽ സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഇടവേളയാണ്. ചില കഴിഞ്ഞു പോയ ചില സംഭവങ്ങളോട് ചേർത്ത് എല്ലാം കൂടി ചേർത്ത് പറയുകയാണ്. ഇവിടെ ജനിച്ച ഉടനെ എടുക്കപ്പെട്ടു എന്നുള്ളത് അതും ഒരു ആലങ്കാരിക ഭാഷയാണ്. യഥാർത്ഥത്തിൽ കർത്താവ് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് സാത്താൻ ക്രിസ്തുവിന്റെ കുതികാൽ തകർക്കും എന്ന ആ പ്രവചനത്തിനനുസരിച്ച് കാൽവറിയിലെ ക്രൂശമരണം സംഭവിച്ചു. അതാണ് ആ കുതികാൽ തകർക്കുന്നതിനെ കാണിക്കുന്നത്. എന്നാൽ ആ മരണവും പുനരുത്ഥാനവും ആത്മമണ്ഡലത്തിൽ സാത്താന്റെ തല തകർക്കുന്നതായിരുന്നു, സാത്താനെ തോൽപ്പിക്കുന്നതായിരുന്നു. ആ തോൽപ്പിച്ചതിന് ശേഷം കുട്ടി ദൈവത്തിങ്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്നത് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ നിറവേറിയ ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നാം അതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കുകയും അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്തതാണോ. തുടർന്ന് ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുമ്പോൾ മഹാപീഡന കാലത്ത് ഇസ്രായേൽ രക്ഷാസങ്കേതത്തിലേക്ക് സാത്താന്റെ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോകുമെന്നർത്ഥം. അവിടെ 1260 വർഷം ഈ സ്ത്രീയെ പോറ്റുവാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനെ പോറ്റുവാൻ, 3.5 വർഷം പോറ്റുവാൻ ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഈ സംഭവം നടക്കുന്നത്, ഈ ഓടിപ്പോകുന്ന ഈ സംഭവം 3.5 വർഷത്തേക്ക് ഓടിപ്പോകുന്ന സംഭവം നടക്കുന്നത് മുമ്പിലെ വാക്യത്തിൽ നമ്മളിപ്പോ പണ്ട് പറഞ്ഞു, ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമായിട്ട് പറയുന്നത്. എന്നാൽ ആൺകുട്ടി എടുക്കപ്പെട്ടതിന് ശേഷവും സഭാകാലം കഴിഞ്ഞിട്ട് മഹാപീഡന കാലത്താണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അന്നേരം അതിനിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം അതിനെ ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് നമുക്ക് 2000 വർഷങ്ങൾക്ക് സംഭവിച്ചതാണ്. അതിനുശേഷം കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്ന് പറയുന്ന ഈ കാലഘട്ടം കഴിഞ്ഞ ശേഷം മഹോപദ്രവ കാലത്തിലേക്ക് വരുമ്പോൾ അതിൽ 3.5 വർഷം വലിയ പീഡനമുള്ള ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന അവിടെ പോറ്റുവാൻ, അല്ലെങ്കിൽ ഈ 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഈ ഓടിപ്പോക്ക് നടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. തുടർന്നുള്ള വാക്യത്തിൽ ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പവും അവന്റെ ദൂതന്മാരും തമ്മിലുള്ള ഒരു മഹായുദ്ധമുണ്ട്. ആ മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ഓടിപ്പോക്ക് നടക്കുന്നത്. അതിനുശേഷമായിട്ടാണ് വരുന്നത്. ആ ഒരു ഓർഡറിന്റെ വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ വാക്യങ്ങളെല്ലാം ഒരേ ഓർഡറിലല്ല, ഓർഡറിൽ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അന്നേരം ഈ യുദ്ധം നടക്കുന്നത്, ഈ നമ്മളിപ്പോൾ തുടർന്നുള്ള കാണാൻ പോകുന്ന ആ വലിയ യുദ്ധം നടക്കുന്നത് മഹോപദ്രവ കാലത്തിന്റെ ആദ്യ പകുതിയായ 3.5 വർഷം കഴിയുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാത്താനെയും കൂട്ടരെയും ദൈവം തള്ളിക്കളഞ്ഞാണ്. അത് അവന്റെ പാപം ചെയ്ത നാളിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പാപം ചെയ്ത നാളിൽ അവരെ തള്ളിക്കളഞ്ഞതാണെങ്കിലും അവർക്ക് ഇപ്പോഴും സ്വർഗത്തിൽ പ്രവേശിപ്പാനുള്ള അനുമതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക്, അതായത് സാത്താനും ദുരാത്മാക്കൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള അനുമതിയുണ്ട്. അങ്ങനെ അവകാശാനുമതിയുണ്ട്, അങ്ങനെ മനസ്സിലാക്കാം, അനുമതിയുണ്ട്. അതിനുള്ള ആ ഒരു അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് അതിന്റെ തെളിവ് കാണാം. സാത്താനും ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ ദൈവസന്നിധി പോയി നിൽക്കുന്നതായിട്ട് കാണുന്നത് അവിടെ ആ ഭാഗ്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അന്നേരം ആ ഭാഗങ്ങൾ എന്തിനാണ് അവൻ ദൈവസന്നിധി ചെല്ലുന്നതെന്ന് നമുക്കറിയാം. നമുക്കത് ആ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തിനാണ് അവൻ എഴുതുന്നത്. അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും
അടുത്ത് പറയുന്ന പദം സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുടെ മന്ത്രി. അന്നേരം സ്വർലോകങ്ങളിൽ നമുക്കെതിരെ വാദിക്കുന്ന, നമുക്കെതിരെ അപവാദം പറയുന്ന ഒരു ദുഷ്ടാത്മസേന ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മളോട് പോരടിക്കുന്നുണ്ട്, നമ്മളെ വീഴിച്ചു കളയുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ, ക്രിസ്തുയേശുവിൽ കൂടെ നേടിയ ജയത്തിന്റെ ഫലത്തെ ഇല്ലാതാക്കുവാൻ അത് പോരടിക്കുന്നുണ്ട്. രാപ്പകൽ ദൈവമക്കളെ കുറ്റം പറയുന്ന അപവാദിയായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ വിവരിക്കുന്ന ഒരു യുദ്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വിവരിക്കുന്ന ഈ യുദ്ധം ഒരിക്കലും നമ്മൾ 4-ാം തീയതി 5-ാം തീയതി കണ്ടെത്തുന്ന സിംഹാസനത്തിന് മുമ്പിലായിരിക്കത്തില്ല. അതിനല്ല അതിന് സാധ്യത. ഈ യുദ്ധം നടക്കുന്നത് ആകാശ മണ്ഡലത്തിൽ വെച്ചായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകാശ മണ്ഡലത്തിൽ വെച്ചായിരിക്കാം ഈ യുദ്ധം നടക്കുന്നത്. ഈ ഭയങ്കര യുദ്ധത്തിനൊടുവിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് 9-ാം വാക്യത്തിൽ കാണുന്നത്. ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഈ യുദ്ധത്തിന്റെ അവസാനം സംഭവിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇതിനെ തുടർന്ന്, അതായത് മഹോപദ്ര കാലത്തിന്റെ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. അത് ആകാശമണ്ഡലത്തിൽ നടക്കുന്നു. ആകാശമണ്ഡലത്തിൽ വെച്ച് മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ദൂതന്മാർ ഈ പിശാചിനെയും മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും തോൽപ്പിച്ച്, ആ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അത് ഏതൊരു തലത്തിലാണെന്നുള്ളത് വ്യക്തമാകുന്നില്ല നമുക്ക്. എങ്കിലും അവരെ തോൽപ്പിച്ച് കളഞ്ഞ്, അതൊരു പക്ഷെ ദൈവശക്തിയാൽ ഒരു ആക്ട് കൊണ്ടായിരിക്കാം, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അന്നേരം അവരെ തോൽപ്പിച്ച് കളഞ്ഞ് അവർക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തെ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായി തടയുന്നതായിട്ട് കാണുന്നു. അതായത് ഇനി അവന്, മഹാസർപ്പത്തിന് അല്ലെങ്കിൽ ദുരാത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്നുള്ള ആ ചെറിയ കാലഘട്ടം അവന്റെ പ്രവൃത്തി മണ്ഡലം പൂർണ്ണമായും ഭൂമിയിലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന് ഭൂമിയിൽ അവൻ സർവ്വശക്തിപ്പെടുത്തി പിന്നീട് അവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഈ യുദ്ധത്തിന് തുടർന്ന്, അല്ലെങ്കിൽ യുദ്ധത്തെ തുടർന്ന് ആ യുദ്ധത്തിൻ്റെതായ ഒരു വിജയ പ്രഖ്യാപനമായി സ്വർഗത്തിലൊരു മഹാശബ്ദം ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് 10 മുതൽ വാക്യങ്ങൾ നമുക്ക് കാണാം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇതെന്താണെന്ന് 7-ാം കാഹളനാദത്തിന്റെ കാര്യത്തോട് ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. ആധിപത്യം തുടങ്ങുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അന്നേരം നോക്കുക, ആ കാലഘട്ടം വരെ, ആ ഒരു യുദ്ധം നടക്കുന്നത് വരെ നമുക്കെതിരെ അപവാദം പറയുന്ന ഒരു അപവാദി ദൈവസന്നിധി നിൽപ്പുണ്ട്. അതാണ് നമുക്ക് അവനോടുള്ള യുദ്ധം. അവന്റെ മുമ്പാകെ, അതായത് അവന് കുറ്റം പറയാൻ കഴിയാത്ത വിധത്തിൽ, എഫേസ്യ ലേഖനത്തിലെ വാക്യം ഞാൻ വായിച്ചതാണല്ലോ, അവന് കുറ്റം പറയാൻ കഴിയാത്ത നിലയിൽ നാം വിശുദ്ധിയോടെ ദൈവകൃപയോടെ ജീവിക്കുന്നതാണ് അവനെതിരെയുള്ള പോരാട്ടം. അതാണ് നമ്മുടെ ആത്മീയ പോരാട്ടം എന്ന് നാം ഗ്രഹിക്കട്ടെ. ആ നിലയിൽ അതിനെ മനസ്സിലാക്കുക. അന്നേരം നമുക്കിതെതിരെ പോരാടുന്ന ആ അപവാദിയെ സന്നിധിയിൽ നിന്ന് തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. തുടർന്ന് വായിക്കുകയാണ്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ആണ് ആ വാക്യങ്ങൾ വായിച്ചത്. നമ്മുടെ സഹസ്രാബ്ദ വാഴ്ചയുടെയും ഒപ്പം ഭൂമിയിലെ എല്ലാത്തിന്മേലും ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുന്നതിന്റെ ആരംഭം കുറിക്കലാണ് ഈ മഹാശബ്ദം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അവൻ ആധിപത്യം എല്ലാം കർത്താവിലേക്ക് വരുന്നു പറയുമ്പോൾ ഈ 7 വർഷത്തെ പീഡന കാലഘട്ടം കഴിയുന്നതോടുകൂടി സഹസ്രാബ്ദം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങുകയാണ്. അന്നേരം 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭം കുറിക്കുന്ന അതാണ് നമുക്ക് ഈ മഹാശബ്ദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ സാത്താന്റെ പതനത്തോടനുബന്ധിച്ച് 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വർഗത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അടങ്ങിയ ഒരു ആരാധനയുണ്ട്. കാരണം അപവാദിയുടെ അവസാനം തീരുകയാണ്, അല്ലെങ്കിൽ അപവാദം പറയുന്നവൻ അതോടുകൂടി നിൽക്കുകയാണ്. അന്നേരം അതിനൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ രാജ്യത്തിന്റെ അതിനോട് അടുത്തു വരുന്നു എന്ന് ഗ്രഹിച്ച് അവർ അതിനെ സ്തുതിച്ച്, അതിനെ ഓർത്ത് സ്തുതിച്ച് ആ രാജ്യത്തിലേക്ക് അവർ ഒരുങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം സ്വർഗത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അടങ്ങിയ ഒരു ആരാധന വരുന്നു. ഭൂമിയിൽ അതേസമയം മഹാകഷ്ടത്തെക്കുറിച്ചുള്ള ആ പ്രഖ്യാപനം തുടർന്നുള്ള പീഡനം നടക്കുകയാണ്. ആ പീഡനം അവിടെ നടന്നുണ്ട്. അവൻ ഇനി അല്പസമയമുള്ളൂ എന്ന് നമ്മൾ കണ്ടല്ലോ, അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ കണ്ടതാണല്ലോ. അന്നേരം ഭൂമിയിൽ ഒരു മഹാകഷ്ടത്തിനുള്ള അതിനെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്ന വാക്യം. അതിൽ
കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ ഞാൻ വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. നമുക്ക് വേണ്ടി എങ്ങനെയാണ് ആ കർത്താവ് ഒരുക്കിയ രക്ഷ എന്നുള്ളത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയും ദൈവപ്രവൃത്തിയും അതിന്റെ വേദി ആകുവാനുമായി വെളിപ്പെടുന്ന രാജ്യവും, അതായത് 1000 ആണ്ട് കാലത്തുള്ള ആ രാജ്യവും അതിന്മേലുള്ള കർത്താവിന്റെ പരമാധികാരത്തെയും വെളിപ്പെടുത്തുന്ന, അതിനെക്കുറിച്ചൊരു സ്തോത്രം സ്തുതി അവരുടെ സ്വർഗത്തിൽ ഉയരുന്നു, അതിനെ ഒന്ന് വെളിപ്പെടുത്തുന്നു. ഇനി ഇവിടുത്തെ ഈ വിജയ ആഘോഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരു വിജയ ആഘോഷമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ വിജയ ആഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യുദ്ധം ചെയ്തതും വിജയിച്ചതും മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ദൂതന്മാരാണെന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗം കണ്ടതാണ്. എന്നാൽ ഈ വിജയം കണക്കാക്കുന്നത് സാത്താന്റെയും അവന്റെ തന്ത്രങ്ങളോടും പോരാടി വന്ന വിശുദ്ധന്മാരുടെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധന്മാരിൽ അവരുടെ പേരിലാണ്. അവർ ജയം പ്രാപിക്കുവാൻ കാരണമായ അല്ലെങ്കിൽ ഇടയായ കാരണമായ 3 കാരണങ്ങൾ ഈ വേദഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. 1, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട്. 2, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ട്. 3, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാതെ പ്രവർത്തിച്ചതിനാൽ. ഇങ്ങനെ 3 കാരണങ്ങൾ. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ സാത്താന്റെയും അവന്റെ തന്ത്രങ്ങളോടും പോരാടി വന്ന വിശുദ്ധന്മാരുടെ പേരിൽ ഇതിനെ അക്കൗണ്ട് അല്ലെങ്കിൽ ഇതിനെ ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ നിലയിലേക്ക് അവരുടെ പേരിൽ കണക്കാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട്. അതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സഭകൾക്കുള്ള ദൂതുകൾ 2-3 അധ്യായങ്ങളിൽ നൽകുന്നതിന് മുമ്പ് രക്തത്താലുള്ള വിജയത്തെ കുറിച്ച് പ്രസ്താവിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ആ ഭാഗത്ത് പഠിച്ചതാണല്ലോ. 2, സാക്ഷ്യവചന നിമിത്തം നാം ദൈവം മുമ്പാകെ ഏറ്റുപറയുന്ന സാക്ഷ്യങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അന്നേരം ദൈവത്തെ ഏറ്റുപറയുന്ന സാക്ഷികൾക്ക് സ്വർഗമണ്ഡലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഏറ്റുപറയുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഏറ്റുപറച്ചിലിന്റെ ആഴം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അതിനുള്ള അംഗീകാരമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ വലിയ അംഗീകാരത്തോടു കൂടിയാണ്, അതിന്റെ ജയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റു 3-ാമത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാതെ പ്രവർത്തിച്ചതിനാൽ എന്ന് നമുക്ക് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 37-39 വാക്യങ്ങൾ പറയുന്നുണ്ട്: എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവരും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവർ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ് പറയാണ്: എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ നാമ നിമിത്തം അനേകർ നമ്മളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവർക്ക് ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ വകയുണ്ട്. എന്നാൽ അതേസമയം ഭൂമിക്ക് സമുദ്രത്തിന് മഹാകഷ്ടം വരുന്നുണ്ട്. അതിന് കാരണം പിശാചിന് ഇനി അധിക കാലം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ അത് ഗ്രഹിക്കുന്നതോടെ ഭൂമിയിൽ മഹാക്രോധത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അവൻ തന്റെ സകല സന്നാഹത്തോടെ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിനെതിരെ തന്നെ ആ ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രായേലിനെതിരെ തന്നെയായിരിക്കും. ഇസ്രായേലിന് അവരോട് മാത്രമായിരിക്കും. ആൺകുട്ടി നശിപ്പിക്കാനായിരുന്നു അവന്റെ ആദ്യ ശ്രമം. എന്നാൽ അതിൽ അവൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കണ്ടല്ലോ. അതായത് മനുഷ്യർക്ക് വേണ്ടി ഒരുങ്ങുന്ന, ദൈവത്താൽ ഒരുങ്ങുന്ന ആ രക്ഷയെ തടയുവാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തുടർന്നുള്ള സാത്താന്റെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സ്ത്രീ തനിക്കായി ഒരുക്കിയ ഒരു സ്ഥലത്തേക്ക് പോകാൻ വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചുകൊണ്ടുള്ള ഒരു ദിവ്യ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കഴുക് എന്ന് പറയുന്നത് ഒരു പ്രതിരൂപമാണ്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്ന ആ ഒരു സംരക്ഷണം എങ്ങനെയാണെന്നുള്ളത്, അതിന്റെ അതിപ്രകാരമുള്ള ഒരു സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നത്: ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറിയന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അന്നേരം കഴുകന്മാരുടെ ചെറിയന്മേൽ അതൊരു പ്രതിരൂപമാണ്. അന്നേരം അവര് അഗ്നിസ്തംഭം കൊണ്ടും മേഘത്തണൽ കൊണ്ടും അഗ്നിസ്തൂപം കൊണ്ടും അവരെ സംരക്ഷിച്ച ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് നമുക്കറിയാം ഈ കഴുകൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു സംരക്ഷണം, ഒരു ദിവ്യ സംരക്ഷണം ഇസ്രായേലിന് ആ കാലഘട്ടത്തിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു മരുഭൂമി പറയുന്നുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ഏകാന്ത സ്ഥലത്തെയാണ് മരുഭൂമി എന്നോട് പറയുന്നത്. അത് എവിടെയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ ആ കാലത്ത്
ആ കാലത്തുള്ള യുദ്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ദേശങ്ങളായ ഏദോം, മോവാബ്, അമ്മോൻ എന്നീ ദേശങ്ങളായിരിക്കാം അവർ അഭയം പ്രാപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാനിയേൽ പ്രവചനം 11-ന്റെ 40-41 വാക്യങ്ങൾ അതുണ്ട്. പിന്നെ അന്ത്യകാലത്ത് ഞാൻ വാക്യം വായിക്കുന്നു. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചെവകളോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അങ്ങനെ നമുക്ക് കാണാം. അതിൽ ആ 3 രാജ്യങ്ങൾ ഏദോം, മോവാബ്, അമ്മോനും ഈ സ്ഥലങ്ങളിലേക്ക് ആയിരിക്കാം ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അവിടെ ആ മരുഭൂമിയിൽ അവളെ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അതെന്താ നമുക്കറിയാം. അരക്കാലം എന്ന് പറയുന്നത് അരവർഷവും, ഒരു കാലം എന്ന് പറയുന്നത് 1 വർഷവും, ഇരുകാലം 2 വർഷം, അങ്ങനെ 3.5 വർഷം പോറ്റി രക്ഷിച്ചു എന്ന് നമുക്ക് കാണുന്നുണ്ട്. ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ മരുഭൂമിയിൽ കൂടി ആയിരുന്ന സമയത്ത് അപ്പവും ഇറച്ചി നൽകി പോറ്റിയതുപോലെ ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ദൈവത്തിന് വീണ്ടും ലഭിച്ച സഹായവും സംരക്ഷണവും സാത്താനെ വീണ്ടും ക്രുദ്ധനാക്കുകയാണ്. വീണ്ടും അതിനെതിരായിട്ട് അവൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്നേരം ആ സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. ഇവിടെ നദി പോലെ വെള്ളം ചാടിച്ചു എന്നത് ഒരു അലങ്കാരിക പ്രയോഗമാണ്. അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഒരു അശരീരി ജലപ്രളയം ഉണ്ടാകാമെന്നുള്ളത്. ഒന്ന്, വ്യാപകമായ ദുരുപദേശം കൊണ്ട്, എതിരായിട്ടുള്ള വർത്തമാനങ്ങൾ കൊണ്ട്. നമുക്കറിയാം ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവര് അങ്ങനെ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ വെച്ച് വലിയ ദുരുപദേശങ്ങൾ പറഞ്ഞ് വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പരത്തി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ വ്യാപകമായ ദുരുപദേശം പറഞ്ഞുകൊണ്ട് ഇനി അതല്ലാതെ ഒരു പിന്തുടരുന്ന ഒരു സൈന്യവുമായിരിക്കാമെന്നുള്ള അഭിപ്രായമുണ്ട്. ഇങ്ങനെ ഏതുവാണെങ്കിലും പ്രകൃതി ശക്തികൾ ദൈവവിഹിതം അനുസരിച്ച് ആ പദ്ധതികളെ തകർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ചെങ്കടലിൽ മിസ്രൈമിൽ മുങ്ങിയതുപോലെ, അല്ലെങ്കിൽ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവർ ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ എതിരെ മത്സരിച്ചപ്പോൾ അവരെ ഭൂമി പിളർന്ന് മൂടിയതുപോലെ ഒരു മഹാസംഭവത്താൽ ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഈ അധ്യായം ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ. ഈ അധ്യായത്തിലെ അവസാന വാക്യത്തിൽ ഒരു വലിയ മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങളെ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിൽ മേൽനിന്നു. ഈ യുദ്ധം ഇസ്രായേലിലെ ഭക്തന്മാരായ ശേഷിപ്പിനെതിരെയായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. കാരണം ഈ ക്രിസ്തുവാകുന്ന ആൺകുട്ടിയെ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കാണുന്നതോടെ ഇവിടെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിനെതിരെയാകും അവന്റെ പോരാട്ടം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ മഹാവിജയം നമുക്കറിയാം. ആ ക്രിസ്തുവായ ആൺകുട്ടിയെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു മഹാവിജയമാണ്. ആ വിജയം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വിജയികളാകുന്നത്, അതായത് ജയം കൊള്ളുന്നത് ഈ വിജയത്തിന്റെ, ഈ മഹാവിജയത്തിന്റെ കീഴിലൂടെയാണ്. ഈ മഹാവിജയത്തോട് ചേർന്നാണ് നാം ഓരോരുത്തരും വിജയികളാകുന്നത്. സാത്താൻ യേശുക്രിസ്തുവിനെ വിജയിക്കാനാകാതെ വരുമ്പോൾ അവളുടെ സന്തതിയിലുള്ള ഒരു ശേഷിപ്പിനെതിരെ തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്ന യേശുവിന്റെ സാക്ഷ്യം വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ യേശുവിന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവിടെ വിശ്വസിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ വിശ്വാസികളെയാണ് അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ എന്നതിന്റെ ആ ഒരു നിലയിലാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ അവരെയും നശിപ്പാൻ സാത്താൻ വളരെയധികം ശ്രമിക്കുമെന്ന് ഈ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വാക്യത്തിന്റെ കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തു, അത് ആത്മാവിൽ ഗ്രഹിച്ച് ദൈവത്തെ കാത്തിരിക്കുന്ന ഭക്തന്മാരെ തോൽപ്പിക്കുവാൻ ആജ്ഞ ശ്രമിക്കുന്ന സാത്താന്റെ പ്രവൃത്തികളെല്ലാം തന്നെ നിഷ്ഫലമാകുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത്. അവൻ അലർന്ന സിംഹം പോലെ ഓടിയെടുത്തിട്ടും അവരുടെ അടുത്ത് ജയിക്കാനായില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഭകളോടുള്ള ദൂതുകൾ 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോടുള്ള ദൂതുകളിൽ ജയിക്കുന്നവന് വിവിധ പ്രതിഫലം നൽകാമെന്നുള്ള വാഗ്ദത്തം ചെയ്ത സഭാനാഥനെ നമ്മൾ കണ്ടതാണ്. പ്രിയമുള്ളവരെ, അവർ ജയിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഈ അത് പഠിച്ചതാണല്ലോ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു: അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും, അതായത് സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും
തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അങ്ങനെയാണ് അങ്ങനെ ഒരു ജയം നേടുന്നത്. അവർ സ്വർഗത്തിലേക്ക് അവർക്കായി വിജയം നേടിക്കൊടുത്ത നാഥന്റെ അടുക്കിലേക്ക് താമസം വിനാ എടുക്കപ്പെടും. അതിനുള്ള കാലം ഏറ്റവും അടുത്ത് വരുന്നു. അവരുടെയിൽ അതിനെക്കുറിച്ച് ഒരു വലിയ ആനന്ദം പൊട്ടിപ്പുറപ്പെടും. അത് നമുക്കറിയാം. ആ ആനന്ദഘോഷത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ നാം വായിച്ചല്ലോ. ആ നാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലാകട്ടെ. നാം ഓരോരുത്തരും വിജയിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. നമ്മുടെ വിജയം അതിന്റെ വെളിപ്പെടുന്ന നാളിനായി, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ നാളിനായി നാം കാത്തിരിക്കുകയാണ്. അതൊരു ആനന്ദ നാളാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് വചനങ്ങൾ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എൻ പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർപ്പൊരുതും യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർപ്പൊരുതും യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു പേർ പറഞ്ഞു മണ്ണിൽ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. നീതിയായി നടന്നു പേർ പറഞ്ഞു മണ്ണിൽ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പൂരമാണെന്റെ നിത്യമാം വീട്,
എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.